ഈ അടുത്തിരിക്കുന്ന ആളാണ് നാരായണൻ. അദ്ദേഹം ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. ആദ്യം വയനാട് ഹൈസ്കൂള് 44-ലാണ് ആ ജൈന അമ്പലത്തിന് മുന്നിൽ അത് സ്ഥാപിതമായത്. അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങിയത് അല്ലേ? അതെ അതെ. അവിടുന്ന് പഠിച്ച് പിന്നീട് ആ സ്കൂള് കുറച്ച് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് കരടിമണ്ണെന്ന സ്ഥലമുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ അനന്തേഗൗഡർ ദാനമായി നൽകിയതാണ് ആ ട്രസ്റ്റിനെ. വലിയ അപ്പോൾ ആ വീട്ടിലേക്ക് അവിടെ മാറിയപ്പോൾ അവിടെ പഠിച്ചു. പിന്നീട് ഞങ്ങൾ SKM ഹൈസ്കൂൾ പോകുന്ന വഴിക്ക് ജിനേന്ദ്രൻ്റെ സ്കൂള്, ആ സ്കൂള് പിന്നീട് SKM ഹൈസ്കൂളായി, സുബ്ബകൃഷ്ണ മെമ്മോറിയൽ ജെയിൻ ഹൈസ്കൂൾ. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് മൗലങ്കറൊക്കെ വന്നത്. അതാരാണ് മൗലങ്കർ, HC ദാസപ്പ, CP രാമസ്വാമിയർ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 4th ഫോമാണ് ഇവിടുന്ന്. പിന്നെ ഒരു പ്രാവശ്യം VK കൃഷ്ണൻ വന്നിട്ടുണ്ട്. ആ VK കൃഷ്ണൻ, കാമരാജ് നാളാറ്, VK കൃഷ്ണൻ, രാജാവ് ഭവനഗർ ഇല്ലേ, സഞ്ജീവ റെഡ്ഡി, അന്നത്തെ എല്ലാ കോൺഗ്രസ്സുകാരും ജിനേന്ദ്രൻ്റെ വീട്ടിലാണല്ലോ വരിക. അതെല്ലാം സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ആദ്യം ഞങ്ങൾ പഠിച്ചപ്പോൾ PH രാമരാജ് ഹെഡ് മാഷ് അവിടെ ജെയിൻ അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്കൂളിൽ. പിന്നീട് ഗോപാലകൃഷ്ണൻ പേര് പറഞ്ഞ ഒരാളായി. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നാരായണൻ നമ്പ്യാർ. നമ്മൾ പഠിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നാരായണൻ നമ്പ്യാരായിരുന്നു അവസാനം. പിന്നീട് ഞങ്ങൾ ഓരോരോ വഴിക്കായി ജീവിതത്തിൽ. നാരായണൻ പിന്നെ അധികാരിയായി കൽപ്പറ്റത്തെ. എല്ലാവർക്കും പേടിയായി ആളെ. നാരായണൻ അധികാരിന് പേടിയാണ്. 10 പൈസ ഗവൺമെൻറ് കൊടുക്കാണ്ടെങ്കിൽ നാരായണനെ ഓർക്കുക. പിന്നെ നാരായണൻ അധികാരിയായി. എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായി അദ്ദേഹം. ഒരാദരവ്, ഇന്നും ആദരവിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. നമ്മളെ വിശ്വാസങ്ങൾ ഏതൊക്കെയായാലും അന്നുള്ള സുഹൃത്ത് ബന്ധം ഇതുവരെയും തുടർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങളാദ്യം പുളിയർമലയാണ് പഠിച്ചത്. പുളിയർമല വയനാട് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ പുളിയർമല അമ്പലത്തിൻ്റെ മുമ്പിലുള്ള സ്കൂൾ. ഷെഡ് ചോർന്നൊക്കെ തയ്ക്കുന്നത് ആ ഷെഡ് ഓല ഷെഡ്. അന്നത്തെ ഹെഡ് മാസ്റ്റർ ഗാന്ധിജി വന്ന സ്ഥലമാണ്. ഗാന്ധിജി എല്ലാം വന്നിട്ട് 33-ലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഹെഡ് മാസ്റ്റർ PH രാമയ്യർ. ഒരു ഹാഫ് ട്രൗസർ, കാക്കീൻ്റെ ഹാറ്റ് മറ്റേ ഹാറ്റില്ലേ, അത് ഹാറ്റ് ഒരു ചൂരലും ഉണ്ടാകും കയ്യിൽ. വിറയ്ക്കും കണ്ടാൽ കറുത്തീരിൻ്റെ ഒരു മനുഷ്യൻ. അതിൻ്റെ ഉള്ളിൽ വളരെ വെളുത്തതായിരുന്നു, പക്ഷെ പുറമെ കണ്ടാലൊക്കെ എങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു ഗുരുനാഥൻ്റെ കീഴിലാണ് ഞങ്ങൾ അന്ന് തുടങ്ങിയത്. അന്ന് പിന്നെ വീരൻ എന്ന് പറഞ്ഞാൽ അയാൾ ചെറിയ മെലിഞ്ഞ് നീണ്ടൊരു മനുഷ്യൻ. കുറേ നീളം തോന്നുന്നുണ്ട്, അത് തടി കുറഞ്ഞിട്ടാണ് തോന്നുന്നു. എനിക്ക് ആ രൂപം എപ്പോഴും കാണുന്നുണ്ട്. വളരെ മെലിഞ്ഞിട്ട് ഒരാളാണ്. വളരെ പ്രസരിപ്പ്. എന്തിനും അതെ. മാഷൊക്കെ ചോദിക്കാനും മുമ്പ് ചാടിയിട്ട് അതിന് ഇതായിട്ട് കളിക്കും. ഞാൻ ചിലപ്പോൾ കൈ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഗുരുനാഥ് മാഷോടാണ് ഇതായിട്ട് കളിക്കാൻ പോകുന്നത്. വേഗം പിടിച്ചിരുത്തിയിട്ടൊക്കെ ഇട്ട് ഞങ്ങളെ ബെഞ്ചിലിരിക്കുമ്പോൾ. അങ്ങനെ പല ഇതിലും നന്നായിട്ടുണ്ടായിരുന്നു. ജൈന തീർത്ഥങ്കരന്മാരിൽ അനന്തനാഥൻ എന്ന് പറഞ്ഞ തീർത്ഥങ്കരുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്ര നിർമ്മാണം ജൈന വാസ്തുശില്പം ഇങ്ങനെയാണ്. എല്ലാം വിശാലമായിരിക്കും. കാരണം അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ധ്യാനത്തിനും തപസ്സിനുമാണ്. വലിയ മനോവിഷമങ്ങളൊക്കെ വരുമ്പം ഇവിടെ ഇരുന്ന് ധ്യാനിച്ചാലും സുഖമാണ്. ഞങ്ങളുടെയൊക്കെ അനുഭവം അതാണ് ജൈന അനന്തനാഥ സ്വാമി ക്ഷേത്രം. കുടുംബമാണ് ഇത്. എൻ്റെ മകൻ്റെ മകനാണ്, ശ്രേവിൻ്റെ മകനാണിത്. അവൻ്റെ പേര് ഋഷഭ് എന്നാണ്. അവൻ ഈ 420 വലിയ ആവേശമുള്ള ആളാണ്. അതെ. ഇതെൻ്റെ ഭാര്യയാണ് ഉഷ. അവരുടെ മാതൃഭാഷ മറാത്തിയാണ്. അവർ ബെൽഗാം എന്നാണ്. പിന്നെ അത് ശ്രേവിൻ്റെ ഭാര്യയാണ് കവിത. അവർ കോരാപ്പൂർ എന്നാണ്. അവരെ അച്ഛൻ്റെ പേരാണ് ഗുണ്ടെ. അദ്ദേഹം എല്ലാവരും അറിയും.
ഈ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വിഖ്യാതനായിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകളാണ് അവർ. ഇതെൻ്റെ മൂത്ത മകളാണ് ആശ. അടുത്തിരിക്കുന്ന ചന്ദ്ര അവരുടെ ഭർത്താവാണ്, എൻ്റെ മരുമകനാണ്. ഇത് ശ്രേയുവിൻ്റെ പെൺകുട്ടികളാണ്. ഒന്ന് ഗായത്രി, മഹാവികൃതി. നിൻ്റെ പേരെന്താ? ദേവിക. അവരാണ് ശ്രേയുവിൻ്റെ മക്കളാണ്. പിന്നെ ഒരു മകളുള്ളത് ശ്രേയുവിൻ്റെ കൊച്ചി പഠിക്കുകയാണ് അവർ, മയൂര. പിന്നെ ശ്രേയുടെ അവനവിടെ ഇലക്ഷൻ ക്യാമ്പയിന് പോയിരിക്കുകയാണ്. പിന്നെ എൻ്റെ 2 മക്കൾ, ഒരു മകളുള്ളത് കൊച്ചിയിലാണ്, ജയലക്ഷ്മി. മറ്റൊരു മകളുള്ളത് ബാംഗ്ലൂരിലാണ്, നിഷ. ഇതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടിപ്പം ഏകദേശം അടുത്ത പോലെ 50 വർഷമായി. അപ്പോൾ ആലോചിച്ചാൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അത്. ഇവരുടെ അച്ഛൻ ഒരിക്കൽ ആ കാലഘട്ടത്തിൽ എവിടെയോ പോയിട്ട് വയനാട്ടിൽ കൂടി പോവാണ്. ഇപ്പോൾ വൈകുന്നേരമായി, എവിടെയും പോകാൻ അന്ന് ഇവിടേക്കേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുടുംബമാണ്. പിന്നീട് ഞങ്ങൾ അവിടെ പോവുകയും അങ്ങനെയാണ് ഈ കുടുംബമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാനൊരിക്കൽ രാജ്യസഭയിൽ ഏതോ അന്ന് മന്ത്രിയായിരിക്കുമ്പം ഒരു കാര്യം പറയുണ്ടായി. അത് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. ഒന്ന് എൻ്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷം ആദ്യത്തെ വർഷമായിരുന്നു. അപ്പം പല കാരണങ്ങളും പലരും പറയുമെങ്കിലും എൻ്റെ കാരണം വ്യത്യസ്തമായിരുന്നു. ഇവൾക്ക് മലയാളം അറിയില്ല, എനിക്ക് മറാത്തിയും അറിയില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാം ആംഗ്യമാണ്. കുളിക്കണം, വസ്ത്രം കഴിക്കുക, എല്ലാം ആംഗ്യത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് ഒരു കുഴപ്പവും ഒരു കൊല്ലത്ത് നമ്മൾ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആംഗ്യങ്ങൾ കൂടി സംവേദിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും ഇവിടെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ അവൾക്ക് കർണാടകവും മലയാളമൊക്കെ നന്നായിട്ട് അറിയാം. മലയാളത്തിൽ കുറച്ചൊരു മറാത്തിയുടെയും കന്നഡത്തിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മ കാണാം. ഈ അടുപ്പത്തിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഏകദാനത അനുഭവപ്പെടുക ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിലാണ്. ഞാൻ കുടുംബത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നെ അടിയന്തരാവസ്ഥ ജയിലിൽ പോയപ്പോഴാണ്. അതൊരങ്ങനെ കുടുംബമൊന്നും അങ്ങനെ ആലോചിക്കാറൊന്നുമില്ല. ഇപ്പം തന്നെ ഞാനൊരു മകൻ്റെ പടം കാണിച്ചു തന്നല്ലോ. അവനൊരു ദിവസം രാവിലെ എന്തോ സുഖമില്ല എന്നുള്ളത് പറഞ്ഞു, ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞാനെവിടെയോ പോയി. ഒന്ന് പുതിയ ഇലക്ഷൻ സമയമാണ് 65-ലെ. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ മരിച്ചു പോയിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ തിരഞ്ഞെടുപ്പ് ഒരു ഭാര്യേനെ അല്ലാണ്ട് ഭാര്യയിലുള്ള ഒരു അമ്മയെ കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അന്നൊക്കെ രാഷ്ട്രീയ മൃഗമാണ്. പിന്നീടാണ് അതിനെപ്പറ്റി ഒരു തിരിഞ്ഞു നോട്ടം ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോഴാണ് ഈ ബന്ധങ്ങളുടെയൊക്കെ വലിപ്പം എനിക്ക് ബോധ്യപ്പെട്ടത്.